വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 442. നിശബ്ദതയിലെ ഉത്തരങ്ങൾ. ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിതം നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. എവിടെ നിന്ന്, എന്തിന്, എവിടേക്ക് തുടങ്ങിയ മൗലിക ചോദ്യങ്ങൾ ജീവിതത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ നിർണ്ണയിക്കാൻ സഹായകമാകുമ്പോൾ ലക്ഷ്യബോധത്തോടെ യാത്ര കൂടുതൽ സാർത്ഥകമാകും. ഒച്ചപ്പാടുകളും ബഹളവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നല്ല, സ്വച്ഛമായ അന്തരീക്ഷത്തിൽ നിശബ്ദതയിലാണ് പലപ്പോഴും ഉത്തരങ്ങൾ ഉരുത്തിരിയുന്നത്. ശബ്ദങ്ങൾ അകന്നു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഹൃദയം തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്, നമ്മുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ കാണുന്നത്. ധൃതി പിടിച്ച ഓട്ടത്തിനിടയിൽ ജീവിതം നഷ്ടപ്പെടുന്നവർ ഏറെ. പക്ഷേ ഒരു നിമിഷം നിൽക്കാൻ പഠിക്കുന്നവർക്ക് ജീവിതം തന്നെ വഴികാട്ടിയായി മാറും. ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും സ്വയം ചെയ്യുന്ന ആത്മവിചാരണയിലും ഒരു നിശബ്ദ നിമിഷമുണ്ടാകുമ്പോൾ അവിടെയാണ് ദിശയും തീരുമാനവും ജനിക്കുന്നത്. അതിനാൽ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ മറഞ്ഞു പോകാതെ ഇടയ്ക്കൊക്കെ നിശബ്ദതയെ കേൾക്കാനും ആസ്വദിക്കാനും പഠിക്കുക. കാരണം ജീവിതത്തിലെ ഏറ്റവും വ്യക്തമായ പല ഉത്തരങ്ങളും പലപ്പോഴും നിശബ്ദതയിലാണ് ഉരുത്തിരിയുന്നത്. ലോകം മുഴുവൻ നമുക്ക് ഉപദേശം തരാൻ തിരക്ക് കൂട്ടുന്നു. എന്നാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും പരിഹാരങ്ങളും ഗൂഗിളിലോ പുസ്തകങ്ങളിലോ മറ്റുള്ളവരുടെ വാക്കുകളിലോ ആകണമെന്നില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാകാം. അത് പക്ഷേ കേൾക്കാൻ പുറത്തെ ബഹളങ്ങൾ അവസാനിപ്പിക്കണം. കാട്ടിലെ ഒരു തടാകക്കരയിൽ ഒരാൾ വന്നിരുന്നു. വെള്ളത്തിൽ തന്റെ മുഖം കാണാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ കാറ്റടിച്ച് വെള്ളം ഇളകിക്കൊണ്ടിരുന്നു. അയാൾ വെള്ളം കൈകൊണ്ട് തടുത്തു നിർത്താൻ ശ്രമിച്ചു. അത് കൂടുതൽ കലങ്ങി. ഒടുവിൽ അയാൾ അനങ്ങാതെ കാത്തിരുന്നു. കാറ്റ് നിന്നു. തടാകം കണ്ണാടി പോലെ തെളിഞ്ഞു. അയാൾക്ക് തന്റെ മുഖം വ്യക്തമായി കാണാനായി. ഇതാണ് ജീവിത യാഥാർത്ഥ്യം. തിരക്കിട്ടോടുന്നതിനിടയിൽ ദിശ തെറ്റാം. ഇടയ്ക്കൊന്ന് നിന്ന് ഉള്ളിലേക്ക് നോക്കുന്നവനാണ് ശരിയായ വഴി കണ്ടെത്തുന്നത്. നിരന്തര പരിശ്രമങ്ങളാണ് വിജയിക്കാൻ ഏറ്റവും ആവശ്യം. എന്നാൽ പരിശ്രമിച്ച് തളരുമ്പോൾ വിശ്രമവും അത്യാവശ്യമാണ്. ശരീരത്തിനും മനസ്സിനും ഒരു ഇടവേള നൽകുക. ഈ ഇടവേളകൾ നിശബ്ദമായ വിശകലനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രയോജനപ്പെടുത്താം. വിശ്രമം ആലസ്യത്തിന്റെ അടയാളമല്ല, അത് അടുത്ത വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. പരിശ്രമങ്ങൾ നടത്തുമ്പോൾ പരാജയം സ്വാഭാവികമാണ്. പദ്ധതികൾ പൊളിയാം, നഷ്ടങ്ങൾ സംഭവിക്കാം. ഇവിടെ ആരും നമ്മെ കൈപിടിച്ചുയർത്തേണ്ടതില്ല. നാം തന്നെയാണ് വീണ്ടും തുടങ്ങേണ്ടത്. വീഴുന്നതല്ല ശരിയായ പ്രശ്നം, വീണിടത്ത് നിന്നും എഴുന്നേൽക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ പരാജയം. അതിനാൽ പഴയ ഭയങ്ങളെ അവിടെ തന്നെ വിട്ട് പുതിയ പ്രതീക്ഷകളോടെ വീണ്ടും ആരംഭിക്കുക. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. കണ്ണീരും പുഞ്ചിരിയും വിജയവും പരാജയവും എല്ലാം പാഠങ്ങളാണ്. ആ പാഠങ്ങളെ ജീവിത വിജയത്തിനായി പ്രയോജനപ്പെടുത്തുക. ഇന്നലെയുടെ പിഴവുകൾ നാളെയുടെ ബുദ്ധിയാകട്ടെ. ഇന്നലെയുടെ വേദന നാളെയുടെ ശക്തിയാകട്ടെ. എപ്പോഴും ബഹളം വയ്ക്കുകയോ എല്ലാ കാര്യങ്ങളോടും പരസ്യമായി പ്രതികരിക്കുകയോ ചെയ്യുന്നത് ഗുണകരമാവില്ല. ചിലപ്പോഴെങ്കിലും മൗനം പാലിക്കാനും നിശബ്ദമായിരിക്കാനും നാം ശീലിക്കണം. പല സന്ദർഭങ്ങളിലും മൗനം സർഗാത്മകമായ പ്രതികരണമാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.